അവനിങ്ങനെ യാതൊരു ഉത്തരവാദിത്തമില്ലാതെ കറങ്ങി നടന്നാലോ? എന്തെങ്കിലും ബിസിനസ്സോ മറ്റോ ചെയ്യാൻ പറ അവനോട്. നിങ്ങൾ അമ്മാവന്മാരല്ലേ, നിങ്ങൾ പറഞ്ഞു കൊടുക്ക അവന്. പിന്നെ ഞങ്ങൾ പറഞ്ഞ കേൾക്കുന്ന ഒരു മുതല്. എന്തായാലും അമ്പലക്കാളെ പോലുള്ള അവന്റെ കറങ്ങി നടപ്പ് എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണം. ശരാ, നിനക്ക് അവനെ നെല്ലിയാമ്പതി കൊണ്ടേ നിർത്തിക്കൂടെ? വലിയ ഉത്തരവാദിത്വം ഒന്നും ഏൽപ്പിക്കണ്ട. ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാ ഏട്ടാ. അവൻ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? അട്ടകടി കൊള്ളാൻ പറ്റില്ലെന്ന്. അട്ടകടി കൊള്ളണ്ട, അട്ട ആകാതിരുന്നാ മതി. ചായ. ആ യാമിനി, അമ്മ അമ്പലത്തിൽ പോയെന്നല്ലേ പറഞ്ഞത്? അതെ ഏട്ടാ. പിന്നെ എന്താ ഇത്ര ലേറ്റ് ആവുന്നേ? അത് പോണാട്ടമ്പലത്തിലേക്കോ പോയിരിക്കുന്നത്. അപ്പം കൂടെയുണ്ട്. ദേ അവര് വന്നല്ലോ. ഞാൻ എന്റെ അപ്പൂനെ കുറച്ച് ഡ്രസ് കൂടി എടുക്കണമെന്ന് കരുതിയാ പോയത്. പക്ഷേ നല്ല കടകളൊന്നും കണ്ടില്ല. ഇപ്പൊ കിളവിക്ക് അപ്പൂനോടാ പുന്നാരം. ഓ, മറ്റവളൊരു പോക്കങ്ങ് പോയല്ലോ. പിന്നെ ഞാൻ പോണാട്ടമ്പലത്തിൽ മാത്രമല്ല പോയത്. ആ കൂട്ടത്തില് മോളെ കൂടി കാണാൻ പോയി, ഋതിക മോളെ. എന്നിട്ട് ഋതുമോൾക്ക് എന്തൊക്കെയുണ്ട് അമ്മ വിശേഷം? അവക്ക് അവിടെ സന്തോഷം തന്നെയാ. മോള് മിടുക്കിയായിട്ടിരിക്കുന്നു. ഒരു കുഴപ്പവും വരില്ല അമ്മേ, അത് നമുക്ക് അന്യവിടുന്നല്ലോ. ചേച്ചിക്ക് അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ചേച്ചി മറയ്ക്കാൻ ശ്രമിച്ചാലും എനിക്കത് മനസ്സിലായി. പക്ഷെ ഇപ്പൊ അതിവിടെ പറയണോ? വേണ്ട. ഞാൻ ഇന്നലൊരു ദുസ്വപ്നം കണ്ടു, മോള് കരയുന്നതായിട്ട്. അതാ അമ്പലത്തിൽ പോയി വഴിപാട് കഴിപ്പിച്ചതിന് ശേഷം ഞാൻ കുഞ്ഞിനെ കാണാൻ പോയത്. ദൈവം അനുഗ്രഹിച്ച് അവക്കവിടെ പരമസുഖ. ആ സുഖമൊക്കെ ഞാൻ ശരിയാക്കി കൊടുക്കാം. അവനെയും അവളെയും തകർക്കാനുള്ള മിസൈലുകൾ ഞാൻ ശരിയാക്കുന്നുണ്ട്. വരട്ടെ. ഒരേ ഒരു കുറ്റബോധമേ എനിക്കുള്ളൂ അമ്മേ. ഒരു അച്ഛന്റെ സ്നേഹം എനിക്ക് അവൾക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല. അതിലെനിക്ക് സങ്കടമുണ്ട്. എന്തോ എന്റെ മനസ്സും സാഹചര്യമൊക്കെ അങ്ങനെ ആയിപ്പോയി. ഞാൻ എന്റെ കുഞ്ഞിനെ സ്നേഹിച്ചു തുടങ്ങിയപ്പോഴേക്കും അവൾ മറ്റൊരാൾക്ക് സ്വന്തമായി. പക്ഷെ ഞാൻ ഭാഗ്യവനാമേ. എനിക്കിപ്പോ 2 മക്കളാ, രാജുവും ഋതികയും. എനിക്കതുപോലെ